കാഞ്ചിയാർ സെന്റ് മേരീസ് ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് നടന്ന പ്രദക്ഷിണത്തിൽ വിശ്വാസ സമൂഹം ഉൾപ്പെടെ നിരവധി പേർ അണിനിരന്നു. ദേവാലയ അങ്കണത്തിൽ നിന്നും കക്കാട്ടുകടയിലുള്ള കുരിശടിയിലേക്കാണ് പ്രദക്ഷിണം നടന്നത്. കാഞ്ഞിരപ്പള്ളി രൂപത AKCC ഡയറക്ടർ ഫാദർ ജസ്റ്റിൻ മതിയത്ത് തിരുനാൾ സന്ദേശം നൽകി. 3 ദിവസങ്ങളിലായാണ് കാഞ്ചിയാർ സെന്റ് മേരീസ് ദേവാലയത്തിലെ തിരുനാൾ കർമ്മങ്ങൾ നടന്നത്. തിരുനാളിന്റെ 2ാം ദിവസമായ ശനിയാഴ്ചയാണ് ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം നടന്നത്. കാഞ്ചിയാർ പള്ളിക്കവലയിലുള്ള ദേവാലയ അങ്കണത്തിൽ നിന്നും കക്കാട്ടുകടയിലുള്ള കുരിശടിയിലേക്കാണ് പ്രദക്ഷിണം നടന്നത്. ഇടവകയിലെ വിശ്വാസ സമൂഹം ഉൾപ്പെടെ നിരവധി പേരാണ് പ്രദക്ഷിണത്തിൽ അണിചേർന്നത്. കക്കാട്ടുകട കുരിശടിയിൽ പ്രദക്ഷിണം എത്തിയതിനു ശേഷം ലതീഞ്ഞ് നടന്നു. തുടർന്ന് കാഞ്ഞിരപ്പള്ളി രൂപത AKCC ഡയറക്ടർ ഫാദർ ജസ്റ്റിൻ മതിയത്ത് തിരുനാൾ സന്ദേശം നൽകി. ഉയർത്തപ്പെടുന്ന ആ കൊടിയിലെ കുരിശ് അത് വിജയ ചിഹ്നമാണ്. നാളുകൾ ഈ നാട്ടിൽ ഈ കഴിഞ്ഞ ഒരു വർഷം നാം ഇവിടെ ജീവിച്ചപ്പോൾ വരുന്ന ഒരു വർഷത്തിൽ നാം ഈ 2026 പ്രവേശിച്ച് നാം പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ വിജയചിഹ്നമായി നാം ഉയർത്തുന്ന ഈ കൊടി അത് നമ്മുടെ സംസ്കാരത്തിന്റെ, നമ്മുടെ ചരിത്രത്തിന്റെ ഒരു വിജയചിഹ്നം കൂടിയാണ്. മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രയാണത്തിൽ നാം ഉയർത്തിപ്പിടിക്കുന്ന, നമ്മുടെ യാത്രയുടെ മുന്നിൽ നാം ഉയർത്തിപ്പിടിക്കുന്ന വിജയചിഹ്നമാണ്. പിന്നീട് നാം അർപ്പിച്ച ആഘോഷമായ വിശുദ്ധ കുർബാനയാണ്. പ്രദക്ഷിണം തിരികെ ദേവാലയ അങ്കണത്തിൽ എത്തിയതിനു ശേഷം ഇടവക ദേവാലയത്തിലെ സൺഡേ സ്കൂൾ കുട്ടികൾ, യുവജനങ്ങൾ എന്നിവരെ ഉൾപ്പെടുത്തി ഏഞ്ചൽസ് ഡാൻസ് സിംഫണി ഫ്യൂഷൻ പ്രോഗ്രാം അരങ്ങേറി. പ്രകാശമേ സ്വർഗവാതിൽ തുറന്നു ഇത് നമ്മുടെ ദിവസം സംഘാടക മികവുകൊണ്ടും മികച്ച കലാപ്രകടനങ്ങൾ കൊണ്ടും പരിപാടി ആസ്വാദക ഹൃദയം കീഴടക്കി. ഇടവക വികാരി ഫാദർ ഡോക്ടർ സെബാസ്റ്റ്യൻ കിഴൂർപ്പറമ്പിൽ, കൺവീനർ ജോർജി മാത്യു, PRO സോണി ഇടാറാകത്ത്, കൈക്കാരന്മാരായ ജോർജ് കുരിശിങ്കൽ, റോയിസ് ഐക്കരക്കുന്നൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.